വിവാദങ്ങൾക്ക് എന്തിനാണ് ഈ റിപ്പോർട്ട് ചാനൽ പോകണമെന്ന് എനിക്കറിയില്ല. കാരണം ഒരു തേജോവധം ചെയ്യുന്ന രീതിയിലാണ് ഇത്തരത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഈ റിപ്പോർട്ട് ചാനലിൽ കൊടുക്കുന്നത്. അറ്റ്ലീസ്റ്റ് എന്നെക്കുറിച്ച് ഇങ്ങനെ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഒന്ന് വിളിച്ച് ചോദിക്കാം, ഇങ്ങനെ അതിപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നുണ്ട് ചേച്ചി, അതെന്താണ്, എത്രത്തോളം ശരിയാണെന്ന് ചോദിക്കാം. അനാവശ്യമായിട്ടുള്ള വിവാദത്തിലേക്ക് വലിച്ചു കയറ്റുക എന്നുള്ളത് ശരിയായ ഒരു രീതിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ മാനസികമായിട്ട് നമ്മൾ വിഷമിക്കുകയാണ്. കാരണം കഴിഞ്ഞ ഈ 25 വർഷം 3 മുറക്കും എല്ലാം ചെയ്തിട്ടാണ് ഞാൻ പാലക്കാട് നഗരസഭയുടെ പ്രവർത്തനങ്ങളുമായി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അത് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം, ഇവിടുത്തെ ജനങ്ങൾക്ക് വളരെ വൃത്തിയായിട്ട് അറിയാം. 3 മുറക്കമില്ലാതെ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് എന്നുള്ളത് അറിയിക്കും. എന്നിട്ട് കോൺഗ്രസിലേക്ക് പോകുന്നു എന്നുള്ള അനാവശ്യമായിട്ടുള്ള വാർത്തയും കൊണ്ട് ഇന്നലെ രാവിലെ 8 മണിക്ക് ഒരു ന്യൂസ് ചാനലിൽ റിപ്പോർട്ട് ചാനലിൽ വരുന്നു. പല ആൾക്കാരും എന്നെ വിളിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾ അങ്ങനെ കോൺഗ്രസിലേക്ക് പോവുകയാണോ, കോൺഗ്രസിലേക്ക് പോവാണോ? അങ്ങനെ ഇതുവരെ ഒരു ചർച്ചയും കോൺഗ്രസിന്റെ നേതാക്കന്മാരായിട്ട് ഉണ്ടായിട്ടില്ല. പാർട്ടിയായിട്ടോ ഞാനായിട്ടോ, ഞാൻ സംഘത്തിന്റെ ഒരു പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. കാരണം സംസ്ഥാന സമിതി അംഗമാണ്. അത്തരത്തിൽ ഒരു കാരണവശാലും ഞാൻ വേറൊരു പാർട്ടിയിലേക്ക് പോവില്ല എന്ന് ഞാൻ തീർത്തും പറയുന്നു. മത്സരിക്കുന്നില്ല, അങ്ങനെ ശ്രമം നടന്നിട്ടേ ഇല്ല. ഇന്ന് വരെ നടന്നില്ല, ഇന്ന് ഇത്ര നേരം വരെ നടത്തിയിട്ടില്ല അങ്ങനെ ഒരു ശ്രമം. അത്തരത്തിലുള്ള ശ്രമം നടന്നു എന്നുള്ളതാണ് അവർ ഉറപ്പിച്ച് പറയുന്നത്. അവര് പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ടാവും, അത് ആരൊക്കെയായിട്ട് നടത്തിയിട്ടുണ്ടാവും. എന്നായിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല, പാർട്ടിയായിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഞാൻ അങ്ങനെ പോവാൻ തയ്യാറുമല്ല. പിന്നെന്താ ഈ സന്ദീപ് ആളുകളൊക്കെ പറഞ്ഞിരുന്നത് ഞാൻ ഈ പാർട്ടി തന്നെ ഉണ്ടാകും, അനാവശ്യ വാർത്തകൾ. അത് അവരുടെ അഭിപ്രായമല്ലേ, അത് എന്റെ അഭിപ്രായമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ ഇത്രയും കാലമായിട്ട് 25 വർഷമായിട്ട് BJPയുടെ ഒരു താമര ചിഹ്നത്തിൽ ജയിച്ച വ്യക്തിയാണ്. ഞാൻ ഒരു കാരണവശാലും ഒരു പാർട്ടിയിലേക്കും പോവില്ല. അതിന് കോടികൾ തരാ പറഞ്ഞാലും ഞാൻ പോവില്ല എന്നുള്ളത് പറയുന്നു. എൻ്റെ ഒരു പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാനൊരു പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രസ്ഥാനത്തിൽ മാത്രം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ വാക്കുകൾ പറയുന്നത്.